ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? അതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്. അതായത് ഈ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് 2 ആക്സിസ് ആണ് വേണ്ടത്. മൂന്നാമത്തെ ആക്സിസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു XY പ്ലെയിനിലാണ് ഈ മോഷൻ നടക്കുക. അങ്ങനെയുള്ള മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ മോഷൻ ഇൻ എ പ്ലെയിൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വെക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. വെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ വീഡിയോസൊക്കെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം തുടർന്നുള്ള വീഡിയോസൊക്കെ കാണുവാനായിട്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിനിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ഒന്നാമത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു പൊസിഷൻ വെക്ടർ എന്നാൽ എന്താണ് എന്നാണ്. എന്താണ് പൊസിഷൻ വെക്ടർ? എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ? നോക്കുക, ഇതൊരു 2 ഡയമെൻഷണൽ മോഷന്റെ കേസാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? X ആക്സിസും വേണം, Y ആക്സിസും വേണം, അല്ലെ? ഈ XY പ്ലെയിനിൽ ഈ പൊസിഷൻ നമുക്കതിനെ P1 എന്ന് വിളിക്കാം. ഈ പൊസിഷനെ ഒരു വെക്ടർ ആക്കി നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഒറിജിൻ. ഈ ഒറിജിനിൽ നിന്ന് ഈ P1 വരെയുള്ള ഈ വെക്ടർ, അതിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുക. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് പൊസിഷൻ വെക്ടർ? വെക്ടർ ഫ്രം ഒറിജിൻ ടു ദ പൊസിഷൻ, അല്ലെ? അതിനെയാണ് നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഞാൻ അതിനെ വെക്ടർ R എന്ന് വിളിച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, ഈ പൊസിഷൻ വെക്ടറിനെ നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലേ? നമ്മളിത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിനകത്ത്. എന്താണ് X കമ്പോണന്റ്? അപ്പോൾ ഇതെന്താണ്? XI ക്യാപ്, അല്ലെ? ഈ കമ്പോണന്റ് എന്താണ്? ഇറ്റ് ഈസ് YJ ക്യാപ്. ഈ XI ക്യാപ് എന്ന് പറയുന്നത് ഈ വെക്ടറാണ്, അല്ലെ? അതായത് ഈ ഒറിജിനിൽ നിന്ന് ഇവിടം വരെ വരുന്ന ഈ വെക്ടറാണ് XI ക്യാപ് എന്ന് പറയുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് Xും I ക്യാപ് എന്ന് പറയുന്നത് ഈ X ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറുമാണ്. Y ഈ മാഗ്നിറ്റ്യൂഡും ഈ J ക്യാപ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈ യൂണിറ്റ് വെക്ടറുമാണ്. അതായത് Y ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടറും ആണ്. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടറിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? വെക്ടർ R ഇറ്റ് ഈസ് ഈക്വൽ ടു XI ക്യാപ് പ്ലസ് YJ ക്യാപ് എന്ന് എഴുതാം. എന്നല്ലോ ഈ 2 വെക്ടേഴ്സിന്റെ സം ആക്കി നമുക്ക് ഈ ആറിനെ എഴുതുവാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ പൊസിഷൻ വെക്ടർ എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. എന്താ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷൻ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ കേസിൽ തന്നെ ഈ ബോഡി P1 നിന്ന് P2ലേക്ക് മൂവ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ P1 എന്ന് പറയുന്ന പൊസിഷൻ ഇത്, P2 എന്ന് പറയുന്ന പൊസിഷൻ ഇത്. അപ്പോൾ P1 നിന്ന് P2ലേക്ക് മൂവ് ചെയ്തു, അതായത് ഈ ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? ഈ ഫൈനൽ പൊസിഷനിലേക്ക് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് വരയ്ക്കുന്ന ഈ വെക്ടർ, അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. നോക്കുക, ഈ പൊസിഷൻ P2ന്റെ പൊസിഷൻ വെക്ടർ R2 എന്ന് ഞാൻ വിളിക്കുകയാണ്. അതായത് വെക്ടർ R2. മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് R1 വെക്ടർ എന്നും വിളിക്കാം. നോക്കിക്കേ, അപ്പോൾ എന്താണ്? ഈ ടേമിനെ നമുക്ക് X1 എന്ന് വിളിക്കാം, ഇതിനെ Y1 എന്ന് വിളിക്കാം. കാരണം ഇത് ഏത് പൊസിഷനെ കാണിക്കുന്ന? P1 പൊസിഷനെ കാണിക്കുന്ന വെക്ടേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടേംസും ആ രീതിയിൽ തന്നെ മാറ്റി എഴുതാം. മനസ്സിലായല്ലോ?
ഇവിടെ 2 ടേംസ് വന്നു. അതുകൊണ്ട് ഞാൻ 1 2 എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഈ P2 പൊസിഷൻ വെക്ടറിനെ, അതായത് R2 വെക്ടറിനെ എനിക്ക് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ വെക്ടർ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് x2 i ക്യാപ് എന്നെനിക്ക് വിളിക്കാം. അതായത് മാഗ്നിറ്റ്യൂഡ് x2 i ക്യാപ് ആ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടറും. ഇനി ഈ കമ്പോണന്റോ, അതായത് y കമ്പോണന്റോ, അതെന്തായിരിക്കും കിട്ടുക? ഇറ്റ് ഈസ് y2 j ക്യാപ് എന്ന് എനിക്ക് കിട്ടും. അതായത് ഈ വെക്ടർ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് R2 വെക്ടർ? എന്താണ്? ഇറ്റ് ഈസ് സം ഓഫ് x2 i ക്യാപ് പ്ലസ് y2 j ക്യാപ്. നമുക്ക് ഓൾറെഡി അത് പഠിച്ചതാണ്. അപ്പോൾ x2 i ക്യാപ് പ്ലസ് y2 j ക്യാപ് എന്ന് നമുക്ക് R2നെ കിട്ടി ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടേണ്ടത്? P1ൽ നിന്ന് P2ലേക്ക് പോകുന്ന ഈ വെക്ടർ ആണല്ലോ. ഏത് ടേംസിൽ? ഈ പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേംസിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കണം. എങ്ങനെ പറയാനായിട്ട് സാധിക്കും? നോക്കുക, ഇതെന്താണ്? R1 വെക്ടറിന്റെ ഹെഡിൽ നിന്ന് R2 വെക്ടറിന്റെ ഹെഡിലേക്കാണ് ഈ വെക്ടർ പോകുന്നത്. ക്ലിയർ ആണല്ലോ? R1 വെക്ടറിന്റെ ഹെഡിൽ നിന്ന് R2 വെക്ടറിന്റെ ഹെഡിലേക്ക് പോകുന്ന ഒരു വെക്ടർ അതെന്തായിരിക്കും? നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന്റെ കേസ് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിരുന്നു, വെക്ടർ എ വെക്ടർ ബി ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ വെക്ടർ ഫ്രം ഹെഡ് ഓഫ് വെക്ടർ ബി ടു ഹെഡ് ഓഫ് വെക്ടർ എ എന്നല്ലോ. അതായത് ഈ വെക്ടർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് കിട്ടിയത്. അതായത് വെക്ടർ ബി പ്ലസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ എ ആയിരിക്കും അല്ലെ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ലോ പോലെയാണ് നമുക്ക് കിട്ടുക ആണല്ലോ. അത് നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന്റെ കേസിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, R1 വെക്ടറിന്റെ ഹെഡിൽ നിന്ന് R2 വെക്ടറിന്റെ ഹെഡിലേക്ക് പോകുന്ന വെക്ടർ എന്തായിരിക്കും? ബിയുടെ ഹെഡിൽ നിന്ന് എയുടെ ഹെഡിലേക്ക് പോവുകയാണെങ്കിൽ എ മൈനസ് ബി. ക്ലിയർ ആണല്ലോ? അപ്പോൾ R1ന്റെ ഹെഡിൽ നിന്ന് R2ന്റെ ഹെഡിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് R2 മൈനസ് R1 ആയിരിക്കും ആണല്ലോ. ഞാൻ അതിനെ ഡെൽറ്റ ആർ എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് ഡെൽറ്റ ആർ? അതായത് ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡെൽറ്റ ആർ, ദാറ്റ് ഈസ് വെക്ടർ, ഇറ്റ് ഈസ് ഈക്വൽ ടു R2 വെക്ടർ മൈനസ് R1 വെക്ടർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഏതാണ്? അതായത് P1 പൊസിഷനിൽ നിന്ന് P2ലേക്ക് പോകുന്ന വെക്ടറാണ് ഇവിടെ ഡെൽറ്റ ആർ എന്ന് ഞാൻ വിളിച്ചത്. നമ്മൾ സാധാരണ ഇതിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് R21 വെക്ടർ എന്നാണ്. കാരണം എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ R21 എന്ന് പറഞ്ഞാൽ എന്താണ്? R1ന്റെ ഹെഡിൽ നിന്ന് R2ന്റെ ഹെഡിലേക്കാണ് ഈ വെക്ടർ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായത്? R1ൽ നിന്ന് R2ലേക്ക് പോകുന്ന വെക്ടറാണ് എന്ത്? R21 വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കേസിൽ വാട്ട് ഈസ് R2 മൈനസ് R1? നമുക്കറിയാം R2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു x2 i ക്യാപ് പ്ലസ് y2 j ക്യാപ് ആണ് ആണല്ലോ. R1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ് ആണ് ആണല്ലോ. then what is R21? it is equal to x2 minus x1 into i cap plus y2 minus y1 into j cap ആണ്. എന്താണ് x2 minus x1? അതായത് ഈ വെക്ടർ മൈനസ് ഈ വെക്ടർ എന്ത് കിട്ടും നമുക്ക്? ഇത്രയും ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെ ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചാൽ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഈ ഡിസ്റ്റൻസ് അല്ലെ?
ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് y2 മൈനസ് y1 എന്ന് പറയുന്നത് ഡെൽറ്റ വൈ എന്ന് ഞാൻ വിളിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഡെൽറ്റ വൈ ജെ ക്യാപ് എന്ന് കിട്ടും. അപ്പോൾ എന്താണ് R21 എന്ന് പറയുന്ന വെക്ടർ? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്നാണ് എനിക്ക് കിട്ടുക. എന്താണ് ഈ വെക്ടർ? ഇറ്റ് ഈസ് R21 വെക്ടർ. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. ഇനി P2ൽ നിന്ന് P1ലേക്കാണ് ഈ മോഷൻ നടക്കുന്നതെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? അതായത് 2ൽ നിന്ന് 1ലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ ഡെൽറ്റ ആറിനെ എങ്ങനെ എഴുതണമായിരുന്നു? ഇറ്റ് ഈസ് R12 വെക്ടർ എന്ന് എഴുതണം. ക്ലിയർ ആണല്ലോ. R12 വെക്ടർ എന്താണ്? മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇവ തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല അല്ലേ? P1 മുതൽ P2 വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും P2 മുതൽ P1 വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ R21ഉം R12ഉം തമ്മിൽ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഇല്ല. പക്ഷെ എന്തിനാണ് വ്യത്യാസം വരുന്നത്? ഈ ഡയറക്ഷൻ വ്യത്യാസം വരും. അതായത് P1ൽ നിന്ന് P2ലേക്ക് ഈ ഡയറക്ഷനും P2ൽ നിന്ന് P1ലേക്ക് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും R12 വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് R21 വെക്ടർ എന്ന് എഴുതാം. ഇത് ഞാൻ പറഞ്ഞത് ഇനിയും വരുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഇക്വേഷൻസും ഈ ഡിനോട്ടേഷൻസും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വെലോസിറ്റി. എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ടൈം. അതായത് പൊസിഷൻ P1ലെ ടൈം T1ഉം പൊസിഷൻ P2ലെ ടൈം T2ഉം ആണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്? ഇറ്റ് ഈസ് T2 മൈനസ് T1. വി ക്യാൻ കോൾ ദിസ് ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ ആർ എന്താണ്? ഇറ്റ് ഈസ് R2 മൈനസ് R1 ആണ്. അപ്പോൾ R21 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിതിനെ എഴുതാം ഡെൽറ്റ എക്സ് ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ജെ ക്യാപ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇതിനെ ഇച്ചിരി സിംപ്ലിഫൈ ചെയ്താൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. നോക്കുക, വാട്ട് ഈസ് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ. കാരണം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? എക്സ് ഡയറക്ഷനിലുള്ള ആ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. ആവറേജ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ എന്ത് ചെയ്തത്? ബാർ ആണ് വരച്ചിരിക്കുന്നത്. ഇൻറ്റു ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്. മനസ്സിലായല്ലോ. പ്ലസ് വെലോസിറ്റി, അതായത് ആവറേജ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ. മനസ്സിലായല്ലോ. അപ്പൊ എന്താ കിട്ടിയത് നമുക്ക്? ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ പ്ലസ് ആവറേജ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ എന്ന് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി.
അല്ലേ? എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ ചേഞ്ച് ഇൻ ടൈം ടേൺസ് ടു 0 ആകുന്ന കേസിലെ വെലോസിറ്റി ആണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ്. എന്താണ് അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? അതിനെ നമ്മൾ വെക്ടർ v എന്ന് എഴുതുകയാണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ ടി ടേൺസ് ടു 0. എന്താണ്? ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണല്ലോ. അതായത് ഈ ചേഞ്ച് ഇൻ ടൈം ടേൺസ് ടു 0 ആകുന്ന കേസിലെ ഈ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? ഇങ്ങനെ കിട്ടി. ഇതെന്താണ്? ഇത് ഡിഫറൻസിയേഷൻ ആണ്, അല്ലെ? dr/dt. നമ്മൾ ഡിഫറൻസിയേഷനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ dr/dt എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെയാ വരിക നോക്കുക. എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണല്ലോ. ഒരു ബോഡി ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഹിയർ അറ്റ് ദിസ് ഇൻസ്റ്റന്റ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? എങ്ങനെയാ കിട്ടുക? ഈ ഡെൽറ്റ ടി, അതായത് ഈ ചേഞ്ച് ഇൻ ടൈം വളരെ ചെറുതായിരിക്കുന്ന സമയത്തെ, അതായത് ഈ പോയിന്റിലെ വെലോസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അത് കിട്ടുക? ആ പൊസിഷൻ വെക്ടറിന്റെ ടൈം വെച്ചുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇനി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിലെ ടാൻജന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അതായത് ഈ മോഷൻ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഈ ടാൻജന്റ് വരുന്ന ഈ ഡയറക്ഷനിലായിരിക്കും എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. മനസ്സിലായല്ലോ? എന്താണ്? ആ പോയിന്റിലെ ടാൻജന്റിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് കിട്ടുക? നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടുക. മനസ്സിലായല്ലോ? എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് dr/dt. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ r എന്ന് പറയുന്ന ഒരു വെക്ടറിനെ നമ്മൾ ജനറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇറ്റ് ഈസ് xi പ്ലസ് yj എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് dr/dt? എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഈക്വൽ ടു dx/dt i cap പ്ലസ് dy/dt j cap എന്ന് നമുക്ക് കിട്ടും. വാട്ട് ഈസ് dx/dt? ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ x ആണല്ലോ. dy/dt നമുക്ക് എങ്ങനെ എഴുതാം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ y ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് vx i cap പ്ലസ് vy j cap എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് നമുക്ക് അങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാം. എങ്ങനെയായിരിക്കും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്? നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിനകത്ത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചതാണ്. ഈ വെലോസിറ്റി v ആണ്, അല്ലെ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി vxi പ്ലസ് vyj എന്ന് നമ്മൾ എഴുതി. അപ്പോൾ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെലോസിറ്റി? ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ ആണ്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിനകത്ത് നമ്മളിത് പഠിച്ചതാണ്. നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ എങ്ങനെയാ കിട്ടുക? നമുക്കറിയാം, ഇറ്റ് ഈസ് tan θ is equal to vy by vx ആണ് ആണല്ലോ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ്
tan inverse of Vy by Vx ആയിരിക്കും എന്നല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വൈ ആണ്, എന്താണ്, ഇങ്ങനെയുള്ളൊരു മോഷൻ നടക്കുന്നു. ക്ലിയർ ആണല്ലോ. എന്താണ് വെലോസിറ്റി, നമുക്ക് ഈ പൊസിഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ. ക്ലിയർ. അപ്പോൾ ഇത് വി എക്സ്, ഇത് വി, ഇതെന്താണ് വി വൈ. ക്ലിയർ ആണല്ലോ. ഈ ആംഗിൾ ആണ് എന്ത്, തീറ്റ എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസുമായിട്ട് ഈ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ എന്ത് വിളിച്ചത്, തീറ്റ എന്ന് വിളിച്ചത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഏതാണ് ഈ തീറ്റ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി ആംഗിൾ ദാറ്റ് മേക്സ് വിത്ത് വി എക്സ്. വി എക്സുമായിട്ട് വി ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് എന്താ നമ്മൾ പറയുന്നത്, ഇറ്റ് ഈസ് തീറ്റ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഡയറക്ഷനും ഇക്വേഷൻ കിട്ടി, മാഗ്നിറ്റ്യൂഡിനും ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടേമും കൂടെ പഠിക്കാം. എന്താണ്, ആക്സിലറേഷൻ. ആദ്യം നമുക്ക് ആവറേജ് ആക്സിലറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? നമുക്ക് എഴുതാം ആവറേജ് ആക്സിലറേഷൻ and that is equal to change in velocity divided by the time taken. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ ഇത്രയും സ്പീഡായിട്ട് ഇവിടെ പോകുന്നത്. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണല്ലോ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതിയത്, വി ബാർ എക്സ് എന്നല്ലോ, പ്ലസ് വി ബാർ വൈ ജെ എന്നാണ് എഴുതിയത്. ഈ ചേഞ്ചിനെ നമ്മൾ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇതിന്റെ ചേഞ്ച് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കുക? ഡെൽറ്റ വി എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ് എന്ന് നമുക്ക് എഴുതാം. എന്താണ് ഡെൽറ്റ വി എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി? ഇറ്റ് ഈസ് സിംപ്ലി എ എക്സ് അല്ലേ. അപ്പോൾ എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ് എന്ന് എഴുതാം. എന്താണ്? ഇറ്റ് ഈസ് ദി ആവറേജ് ആക്സിലറേഷൻ. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? നോക്കുക, ഈ ഗ്രാഫ് തന്നെ വരച്ച് നമുക്ക് ഇതിനെ ഇച്ചിരി മനസ്സിലാക്കാം. ഇവിടെ ഇങ്ങനെ ഒരു മോഷൻ, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ, അതിനെ നമുക്ക് v1 എന്ന് വിളിക്കാം. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ, അതിനെ നമുക്ക് v2 എന്ന് വിളിക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി? അതായത് v2 മൈനസ് v1 എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? ഇതിനെ തമ്മിൽ ഒരുമിച്ച് വരച്ച്, അതായത് v2 എന്ന് പറയുന്നത് ഇങ്ങനെ, ക്ലിയർ ആണല്ലോ, v1 എന്ന് പറയുന്നത് ഇങ്ങനെ. വാട്ട് ഈസ് v2 മൈനസ് v1? എങ്ങനെയാ കിട്ടുക? v1ന്റെ ഹെഡിൽ നിന്ന് v2ന്റെ ഹെഡിലേക്ക് പോകുന്ന വെക്ടർ ആണ് എന്ത്? v2 മൈനസ് v1 എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ആയിരിക്കും വരിക. ഇതെന്താണ്? ഡെൽറ്റ വി. മനസ്സിലായല്ലോ? നോക്കിക്കേ, ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? ഇങ്ങോട്ടാണ് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്ന് പറയുന്ന ആവറേജ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നമുക്ക് കിട്ടുക? നോക്കിക്കേ, ഈ ഡയറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടുക. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കിട്ടുന്നത് ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. നമുക്കതിനെ വെക്ടർ എ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡെൽറ്റ ടി ടേൺസ് ടു 0 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ ടി ടേൺസ് ടു 0, ഇറ്റ് ഈസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡി വി ബൈ
dt. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ഈ വെലോസിറ്റി വെക്ടർ എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇറ്റ് ഈസ് vxi cap പ്ലസ് vyj cap എന്നാണ് നമ്മൾ എഴുതിയത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെയാ കിട്ടുക? ഇറ്റ് ഈസ് dvx ഡിവൈഡഡ് ബൈ dt i cap പ്ലസ് dvy ഡിവൈഡഡ് ബൈ dt j cap എന്ന് എഴുതാം. അപ്പോൾ what is dvx divided by dt? It is ax. So ax I cap plus ay j cap എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഏത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എന്താണ് ആ കേസ് നോക്കിക്കേ. ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ് അല്ലേ? ആ പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ? ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുമ്പോൾ ഈ പർട്ടിക്കുലർ പൊസിഷനിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആണ് ഈ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാ വരിക നോക്കുക. v എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആവാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കേസ് പഠിച്ചപ്പോൾ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കേസുകളിലൊക്കെ v ഇങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഒന്നുകിൽ ഈ ഡയറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ രണ്ട് ഡയറക്ഷൻ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ ആക്സിലറേഷന് അല്ലേ ഈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഡയറക്ഷനിലാണ് ഈ പർട്ടിക്കുലർ കേസിൽ. എന്നാൽ ഇതിന് ഏതൊക്കെ ഡയറക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും നോക്കുക. ഈ 0 മുതൽ ഈ 180 വരെയുള്ള ഈ ആംഗിളിൽ ഏത് വേണമെങ്കിലും ഈ ആംഗിൾ ആകാം. മനസ്സിലായല്ലോ? അപ്പോൾ ആക്സിലറേഷൻ ഈ കേസിൽ എവിടം മുതൽ എവിടം വരെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് നോക്കുക. 0 ആംഗിൾ മുതൽ 180 ഡിഗ്രി വരെ ചേഞ്ച് ചെയ്യാം. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഈ വെലോസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഏത് കേസിൽ? ഈ 2 ഡയമെൻഷണൽ മോഷന്റെ കേസിൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഈ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്നതിലെ തിയറി. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്. നോക്കുക, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. അറ്റ് ടൈം t = 0 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ അതിന്റെ പൊസിഷൻസ് വന്നിരിക്കുന്നത് 3 മീറ്റർ ആൻഡ് 4 മീറ്റർ. നോക്കുക, ഇത് xy എന്ന തരത്തിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അറ്റ് ടൈം t = 3 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 6 മീറ്റർ ആൻഡ് 7 മീറ്റർ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പൊസിഷൻ വെക്ടർ എഴുതാനായിട്ട് സാധിക്കും? അറ്റ് ടൈം t = 0 സെക്കൻഡ് ആയിരുന്നപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് r1 എന്ന് വിളിക്കാം. അതെന്തായിരിക്കും? x ആക്സിസിൽ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 3i. ക്ലിയർ ആണല്ലോ? പ്ലസ് y ആക്സിസിൽ 4 മീറ്റർ. അപ്പൊ എന്താ കിട്ടുക? ഇറ്റ് ഈസ് 4j. മനസ്സിലായല്ലോ? ആ ടൈം t = 3 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ എന്താണ് നമുക്ക്? ഇറ്റ് ഈസ് r2 എന്ന് എഴുതാം. എന്താണ് കിട്ടുക? 6 മീറ്റർ ആൻഡ് 7 മീറ്റർ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 6i + 7j എന്ന് നമുക്ക് എഴുതാം. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് r21 വെക്ടർ അല്ലേ? 0-ൽ നിന്ന് 3 സെക്കൻഡ്സ് ആയിരുന്നപ്പോൾ r1-ൽ നിന്ന് r2-ലേക്കാണ് അത് പോയത്. അപ്പോൾ r21. സോ r2 മൈനസ് r1 ആണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. എന്താണ് r2 മൈനസ് r1? ഇറ്റ് ഈസ് 6i cap plus 7j cap minus 3i cap plus 4j cap എന്ന് എഴുതാം. So what is 6i cap minus 3i cap? It is 3i cap plus 7j cap minus 4j cap. It is 3
3j cap. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3i cap plus 3j cap എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, വാട്ട് ഈസ് ദ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി. നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെയാ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക? ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ ചേഞ്ച് ഇൻ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ടൈം? നമുക്കറിയാം ഡെൽറ്റ ടി എന്ന് പറയുന്നത് T2 - T1 ആണ്. അതായത് 3 - 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ഇറ്റ് ഈസ് ഡെൽറ്റ ആർ, അല്ലെ? ഈ കേസിൽ നമുക്ക് R21 എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ എന്താണ്? ഡെൽറ്റ ടി. അതാണ് എന്ത്? ആവറേജ് വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? ഈ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 3i cap plus 3j cap ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു i cap plus j cap എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റിയും ഇങ്ങനെ കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്, ഈ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ പാത്ത് ഗിവൺ ബൈ ദ ഇക്വേഷൻ y is equal to 2x². മനസ്സിലായല്ലോ? ഇവിടെ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്, അതായത് എക്സ് കമ്പോണന്റിലെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ 1/2 ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ എത്രയായിരിക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? ആ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? ആക്സിലറേഷൻ കിട്ടും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. എന്തിനെ വെച്ചിട്ട്? ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. എങ്കിലേ നമുക്ക് വെലോസിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എഴുതാം. ഇറ്റ് ഈസ് dy/dt എന്ന് പറയുന്നതാണ് എന്ത്? വെലോസിറ്റി. അപ്പോൾ ഈ സൈഡിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതി. ഇനി നമുക്ക് ഈ സൈഡിനെ കൂടെ നമുക്ക് എന്ത് എഴുതാം? ടൈം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? dy/dt നമുക്ക് അതുപോലെ തന്നെ എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ? ഇതിനെ എങ്ങനെ എഴുതാം? 2 കോൺസ്റ്റന്റ് ആണ്, അതിനെ ഇനി വെളിയിലെടുക്കാം. വാട്ട് ഈസ് d/dt ഓഫ് x²? നമുക്കറിയാം അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into x raised to 2 minus 1 എന്ന് പറയുന്നത് എന്താണ്? 1. x raised to 1 is x, അല്ലേ? അപ്പൊ 2x into dx/dt എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ എന്താ കിട്ടിയത്? 2 into 2x എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 4x into dx/dt. എന്താണ് dx/dt എന്ന് പറയുന്നത്? എക്സ് കമ്പോണന്റ് ഓഫ് ദാറ്റ് വെലോസിറ്റി ആണല്ലോ. അതൊരു കോൺസ്റ്റന്റ് ആണ് എന്നിവിടെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ തന്നേക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു dx/dt എത്രയാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്, അല്ലേ? എന്താണ് ആ വാല്യൂ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 4x into 1/2 എന്ന് എഴുതാം, അല്ലേ? 4ഉം 2ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2x എന്ന് കിട്ടും. അപ്പോൾ y കമ്പോണന്റ് ഓഫ് ദ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടി? 2x എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഇതിനെ വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ നമുക്ക് തൽക്കാലം vy എന്ന് എഴുതാം, അല്ലേ? y കമ്പോണന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ vy എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ. എന്താ കിട്ടിയത്? vy is equal to 2x എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ d/dt ഓഫ് vy, അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ്
this 2x. Clear ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യണം? What is dv by divided by dt? It is ay. ആണല്ലോ? And that is equal to d by dt of 2x. എന്താ നമുക്ക് കിട്ടുക? 2 into dx by dt എന്ന് കിട്ടും. dx by dt എത്രയാണെന്ന് നമുക്കറിയാം. എന്താണ്? It is 1 by 2. ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? It is equal to 2 into 1 by 2 is equal to 1 എന്ന് കിട്ടും. അപ്പോൾ ആക്സിലറേഷൻ ay എന്ന് പറയുന്നത് എന്താണ്? It is 1 meter per second square. മനസ്സിലായല്ലോ? ഈ ടേംസ് എല്ലാം മീറ്ററിലും സെക്കൻഡിലും ആണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആക്സിലറേഷൻ കിട്ടി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന്? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലത്തിനകത്ത് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, അതുപോലെ വെലോസിറ്റി വെക്ടറും തന്നിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? അല്ലെ, ഒരു ടൈം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ പൊസിഷൻ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് വെക്ടർ r1 തന്നിട്ടുണ്ട്, അതായത് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. നമുക്കതിനെ 3i cap plus 2j cap എന്നെടുക്കാം. രണ്ടാമത് തന്നിട്ടുണ്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. എന്താണ്? നമുക്ക് 2i cap plus 4j cap എന്നെടുക്കാം. മൂന്നാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r2 ആണ്, ആഫ്റ്റർ എ ടൈം. അതുകൊണ്ട് ഡെൽറ്റ ടി ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 seconds. മനസ്സിലായല്ലോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? വളരെ സിമ്പിൾ ആണ് അല്ലേ? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു r2 മൈനസ് r1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് r2? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്ത് കിട്ടും നമുക്ക്? ഇറ്റ് ഈസ് r1 പ്ലസ് വി ഡെൽറ്റ ടി എന്ന് കിട്ടും. r1 നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 3i cap പ്ലസ് 2j cap പ്ലസ് വി നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് 2i cap പ്ലസ് 4j cap ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് 2. ക്ലിയർ ആണല്ലോ? എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഈക്വൽ ടു 3i cap plus 2j cap plus a vector into a scalar. എന്ത് ചെയ്യണം? ആ സ്കെയിലാർ കൊണ്ട് എല്ലാ കമ്പോണൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. എന്താ കിട്ടുക നമുക്ക്? 2 into 2 4i cap plus 4 into 2 it is 8j cap. ആണല്ലോ? 3i cap plus 4i cap it is equal to 7i cap. 2j cap plus 8j cap it is 10j cap. അപ്പോൾ what is r2? അതായത് ഫൈനൽ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന ഈ കേസിൽ എന്താണ്? ഇറ്റ് ഈസ് 7i cap plus 10j cap. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നാലും പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഇവിടെ നമുക്ക് പൊസിഷൻ വെക്ടറിനെ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ വെലോസിറ്റിയും ആക്സിലറേഷനും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അതൊരു ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ r വെക്ടർ എന്ന് പറയുന്നത് 3ti cap പ്ലസ് ടി സ്ക്വയർ ജെ ക്യാപ്പ് എന്നാണ്. മനസ്സിലായല്ലോ? നോക്കിക്കേ, ഈ r എന്ന് പറയുന്നത് ടൈമിന്റെ ഫംഗ്ഷൻ ആണ്. മനസ്സിലായല്ലോ? അങ്ങനെ തരുന്ന കേസുകളിൽ വെലോസിറ്റിയും ആക്സിലറേഷനും എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് dr/dt. ക്ലിയർ ആണല്ലോ? അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി ടൈമിനെ വെച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും?
It is d by dt of 3t I cap plus t square j cap എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? എന്താണത്? It is equal to d by dt of 3t. എന്താണ് കിട്ടുക? 3 കോൺസ്റ്റന്റ് ആണ്, വെളിയിലെടുക്കും. dt by dt എന്താണ്? 1 അല്ലേ? അപ്പോൾ നമുക്ക് 3i cap എന്ന് കിട്ടും. പ്ലസ് d by dt of t square എന്താണ്? It is 2 into t raised to 2 minus 1. 2 minus 1 എന്ന് പറയുന്നത് 1. അപ്പോൾ 2t into j cap എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ? അതും ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ കിട്ടിയത്? 3i cap plus 2t j cap എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി what is acceleration then? Acceleration is equal to dv by dt. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? It is d by dt of ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? It is 3i cap plus 2t j cap ആണല്ലോ. അപ്പോൾ d by dt of 3i, d by dt of a constant അല്ലേ? ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഓൾവേസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0i cap പ്ലസ് d by dt of 2t, 2 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു, dt by dt 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2j cap എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? It is 2j cap. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ നോക്കുക, ആക്സിലറേഷൻ നമുക്ക് കിട്ടിയ എന്താണ്? 2j cap എന്ന് കിട്ടി. വെലോസിറ്റി എന്താ കിട്ടിയത്? 3i plus 2t j എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? നമ്മൾ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ. എന്താണ് vx എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 3. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2t സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി ഈ മാഗ്നിറ്റ്യൂഡ് അറ്റ് എ ടൈം t is equal to 2 സെക്കൻഡ്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ tക്ക് ഈ 2 എന്ന വാല്യൂം കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? It is equal to square root of 3 square plus 2 into 2 the whole square എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? And that is equal to 9 plus 4 അല്ലേ? 2 into 2 എന്ന് പറയുന്നത് 4. 4 square എന്ന് പറയുന്നത് 16 ആണല്ലോ. 9 plus 16 is 25. So square root of 25 is 5. മനസ്സിലായോ? അതായത് അറ്റ് ടൈം t is equal to 2 സെക്കൻഡ്സിലെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? ഈ കേസിൽ 5 എന്ന് കിട്ടി. മനസ്സിലായോ? Can you find the direction? ഡയറക്ഷന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? tan theta is equal to vy divided by vx ആണല്ലോ. വാട്ട് ഈസ് vy? vy എന്ന് പറയുന്നത് it is 2t അല്ലേ, ഡിവൈഡഡ് ബൈ vx. vx എന്ന് പറയുന്നത് എന്താണ്? it is 3 അല്ലേ. ആ ടൈം t is equal to 2 seconds ആണെങ്കിൽ നമുക്ക് ഇത് എഴുതാം 2 into 2 divided by 3 എന്ന് പറഞ്ഞാൽ it is 4 by 3 ആണല്ലോ. നോക്കുക, tan theta is equal to 4 by 3 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? നമ്മൾ അറിയാം അല്ലേ എന്താണ്, എവിടെയെങ്കിലും ഈ tan theta എന്ന് പറയുന്ന 4 by 3 എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ഓർക്കണമെന്നാണ് പഠിച്ചത്? ഓൾവേസ് തിങ്ക് 3, 4, 5 ആണല്ലോ. എന്താണ് കേസ്? ഈ ആംഗിൾ എന്ന് പറയുന്നത് 53 ഡിഗ്രിയും ഇതെന്ന് പറയുന്നത് 37 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് tan 53 ഡിഗ്രി? and that is equal to 4 by 3. Clear ആണല്ലോ? Well, what is the angle theta in this case?
it is equal to 53 degree. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കേസിൽ വെലോസിറ്റി Vx-ൽ നിന്ന് 53 ഡിഗ്രി മാറിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് പഠിച്ചത്. ഈ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ്. ഓൾസോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഈ ചാനലിലെ വീഡിയോസിൻ്റെ സ്റ്റഡി നോട്ട്സും മറ്റ് മെറ്റീരിയൽസും youtube.elearning.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് us. കീപ് ലേണിംഗ്.